തിരുവനന്തപുരം നെടുമങ്ങാട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ നേരിട്ട ക്രൂരതയെക്കുറിച്ച് വിവരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത്. കുട്ടിയുടെ മുത്തശ്ശി ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ക്രൂരതയുടെ വിവരങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ യാതൊരുവിധ നടപടികളും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് സ്വീകരിച്ചില്ല. ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ആൺ സുഹൃത്തിന്റെ ക്രൂര പീഡനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. കുട്ടി നേരിട്ട ക്രൂരതകളെക്കുറിച്ച് അമ്മുമ്മ റീന ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ വിവരമറിയിച്ചതിന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് സ്വന്തമായിട്ട് എല്ലാ നമ്മുടെ ചിന്താഗതി മനസ്സിലായി വിളിച്ചതൊക്കെ നമ്മളിങ്ങനെ ഇമാജിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പൊ ആ കുട്ടീനെ വിടത്തില്ലായിരുന്നു. ഇതിപ്പോ നിങ്ങൾ എല്ലാം ചിന്തിച്ച് എടുക്കുന്നതാ. എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് കുട്ടിയുടെ കാര്യങ്ങൾ എന്താണ് നമ്മൾ അത് അന്വേഷിക്കാൻ പറ്റും. പൊട്ടിച്ചാണോ കേട്ടോ, കുട്ടിയുടെ കാര്യങ്ങളിൽ കുട്ടിയുടെ സേഫ്റ്റി ആണോ നമ്മൾ നോക്കാൻ പോയി. സാറ് ഒരു കാര്യം ചെയ്യേണ്ടത്, ആ കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നോക്കാം. കാരണം അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊരു കാരണം കോടതിയിൽ ഫയൽ ചെയ്യണം. കുട്ടിയെ നോക്കുന്നില്ല, നമുക്ക് അങ്ങനെ കുട്ടിയെ നിങ്ങൾക്ക് തരാനൊന്നുള്ള ഓപ്ഷൻ ഒന്നുമില്ല. കുട്ടിയുടെ അമ്മ അഖില കുഞ്ഞിനെ നോക്കുന്നില്ല എന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോട് അമ്മുമ്മ റീന പരാതിപ്പെട്ടു. അതിന്റെ ആ ഒരു ദയനീയ അവസ്ഥ, ഞാനും 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട്, അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ആ വണ്ടിയോടുകൂടി ഇനി കിള്ളി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. നമ്മുടെ ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളുണ്ട്, ചിലപ്പോ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക. എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കട്ടെ, നമ്മളത് അന്വേഷിക്കാം കേട്ടോ. കുട്ടിയുടെ കൈ ഒടിഞ്ഞതിന് പിന്നാലെ മെയ് 3-നാണ് റീന ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ ഹെൽപ്പ് ലൈനിൽ വിവരമറിയിച്ചത്. ഇത് കഴിഞ്ഞ് 26-ാം ദിവസമാണ് കുഞ്ഞ് മരണപ്പെട്ടത്. എന്നാൽ കൃത്യമായ നടപടിയെടുക്കാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് തയ്യാറായില്ല. മറ്റെന്തോ പ്രശ്നങ്ങളാണെന്നായിരുന്നു ഹെൽപ്പ് ലൈനിൽ നിന്നുള്ള മറുപടി. പരാതിയിൽ ഒരു തുടർ നടപടിയും സ്വീകരിക്കാതെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും നിലപാട് സ്വീകരിച്ചു. 1.5 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ് ക്രൂര പീഡനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരികയും അമ്മയുടെ സുഹൃത്തായ അഷ്കറിനെയും അമ്മ അഖിലയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ജനം, തിരുവനന്തപുരം.